കാന്തല്ലൂരിലെ സ്ട്രോബെറി ഫാമിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നബാർഡുമായി സഹകരിച്ച് കാന്തല്ലൂർ പഞ്ചായത്തിലെ പെരുമല ഗ്രാമത്തിലാണ് ഇവ കൃഷി ചെയ്യുന്നത്. ആനവണ്ടിയിൽ കയറി നമുക്ക് കാന്തല്ലൂരിലേക്ക് പോകാം. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായ പെരുമല ഗ്രാമത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നബാർഡുമായി സഹകരിച്ച് സ്ട്രോബെറി കൃഷി ചെയ്യുന്നു. ഇതിൻ്റെ വിളവെടുപ്പ് ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. ടിക്കറ്റ് എടുത്ത് ഫാമിൽ കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു ഭാഗമാണ്. കാന്തല്ലൂർ പ്രദേശം മുഴുവൻ സ്ട്രോബെറി കൃഷിയാണെന്ന് ധരിച്ചാൽ തെറ്റി. ഇതാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്ന ഫാം. എങ്കിലും ഇത്തരം സ്ട്രോബെറി കായ്കൾ നമുക്ക് കാണുവാനും വിലയ്ക്ക് വാങ്ങുവാനും സാധിക്കും. അതിരാവിലെ തന്നെ വന്നതിനാൽ സന്ദർശകരുടെ തിരക്ക് അല്പം കുറവുണ്ട്. ഇതുപോലെ തട്ടുകോരി പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിലാണ് കൃഷി. കാരണം കായകൾ മണ്ണിൽ മുട്ടിക്കിടന്നാൽ അവ പെട്ടെന്ന് കേടുവരുവാനും ആദായം കുറയുവാനും കാരണമാകും. സ്ട്രോബെറി കായകൾ ഒരുപോലെ വലിപ്പവും ആകൃതിയും ഉള്ളവയൊന്നുമല്ല. പല ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളവയാണ് അവ. ഒരു ചുവട്ടിൽ നിന്നും ഏകദേശം 250 ഗ്രാമിനും 500 ഗ്രാമിനും ഇടയ്ക്കാണ് ആദായം. ഇത്തരം ഗുണമേന്മയുള്ള തിരഞ്ഞെടുത്ത കായകൾക്ക് കിലോഗ്രാമിന് 600 രൂപ വരെ കൊടുക്കേണ്ടി വരും. ഒരു ചുവട്ടിൽ നിന്നും ഏകദേശം 250 ഗ്രാമിനും 500 ഗ്രാമിനും ഇടയ്ക്കാണ് ഇതിൻ്റെ ആദായം. ഇനി ടിക്കറ്റ് നിരക്കിലേക്ക് വരാം. 1000 സന്ദർശകർക്ക് 20 രൂപ നിരക്കിൽ 20,000 രൂപ ഒരു ദിവസം പിരിഞ്ഞു കിട്ടും. 30 ദിവസത്തേക്ക് 6 ലക്ഷം രൂപ. വിളവെടുപ്പ് ഒരു 6 മാസത്തേക്ക് കാണും. ലാഭം കൃഷിയോ ടിക്കറ്റോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടുത്തെ ജോലിക്കാരുടെ കാര്യം കഷ്ടം തന്നെ. 100 രൂപയാണ് അവർക്ക് കൂലി. ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ്. ഈ സ്ട്രോബെറികൾ കിലോയ്ക്ക് 500-നും 600-നുമൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. സ്ട്രോബെറി ജാം, വൈൻ, സ്ട്രോബെറി വരട്ടിയത്, അങ്ങനെ നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഏക കട. ഇതിൽ നിന്നും എത്രമാത്രം ഇവിടെ ഉൽപ്പാദനം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പുലിയെ അതിൻ്റെ മടയിൽ പോയി കൊല്ലണം. അതുപോലെ സ്ട്രോബെറി അത് കൃഷി ചെയ്യുന്ന ഇടത്ത് തന്നെ പോയി കാണണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.